Bharat College of Nursing, Thiruvarur, Tamil Nadu. Affiliated to the Tamil Nadu Dr. MGR University. Admission open for BSc Nursing 2024. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. എന്തോ കാരണം ചിരിച്ച് ചിരിച്ച് പൂജയുടെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ആദ്യം പണി തരും. അറിഞ്ഞില്ല, നോമ്പ് അറിഞ്ഞില്ല, ഇവിടെയും പണിയാണെന്ന് അറിഞ്ഞില്ല. ടങ് ട്വിസ്റ്റർ. ഒരു മിനിറ്റ് എക്സ്പ്രഷൻ. ഇവിടെയോ ടൂരാനോടാണോടാ നിന്റെ കളി? നെറ്റൂറോൺ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ലേ. ഉരലുളുമ്പോൾ ചളമായെന്ന് തോന്നുന്നു. ചരലുരുളില്ല. ഈ പണിക്ക് ഞാനില്ല, ഞാൻ ഇപ്പൊ പോണതൊക്കെ. പൂജയ്ക്ക് അറിയാം ഞാൻ അകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ പുറത്തും. ഞാൻ അവിടെ ഫേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇച്ചിരിക്കോളം എൻ്റെ സൈഡിൽ നിന്ന് പോലും പോയിട്ടില്ല. ചർച്ചാ വിഷയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ചേച്ചിയുടെ മലയാളം. ഞാൻ ഇപ്പം എൻ്റെ മലയാളം കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഞാൻ ഇങ്ങനെ പിടിച്ച് മലയാളം അറിയാത്ത പോലെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ കൊഞ്ചാണ്, അല്ലെങ്കിൽ ക്യൂട്ട്നെസ് കാണിക്കാൻ ചെയ്യുന്നതാണെന്നാണ് അവർക്ക് തോന്നുന്നത്. ഈ വട്ടത്തെ ബിഗ് ബോസ് ഹൗസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വിശ്വാസമില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻ ട്രൂ ആയിട്ട് കൊണ്ടുപോവാൻ ഒരു ട്രസ്റ്റ് ഇല്ല ആർക്കും. ആളിനെ ചതിക്കോ, ഈ ആളിനെ ചതിക്കോ, ആ ഒരു തോട്ടാണ് എല്ലാവർക്കും. എവിടേക്കോ ജാസ്മിനും നോറയും തമ്മിൽ കണക്റ്റഡ് ആണെന്ന് എനിക്കുണ്ടായിരുന്നു. എന്തെങ്കിലും അവരൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയായിരുന്നു. ജാസ്മിനും ഗബ്രിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയായിരുന്നു. പിന്നെ വേറൊരു കണക്ഷൻ ഉണ്ട്, പൂജയും ജാസ്മിനും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. ദൈവമേ ഇല്ലാതെ പറയില്ല. ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ട് ഉണ്ടായിരുന്നോ? കണക്ഷൻ ഉണ്ടായിരുന്നു. തീർന്നില്ലേ പൂജ? ഈ ഗെയിം ഒന്നും ഇവിടെ നടക്കില്ല കേട്ടോ. ഞാൻ അവിടെ ചെന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ജാസ്മിൻ. നീ എല്ലാം അപ്പുറത്തുനിന്ന് ചോദിച്ചിട്ടാണ് ചെയ്തത്. മലയാളം വായിക്കാൻ അറിയാൻ, നന്നായിട്ട് ആങ്കറിങ് ചെയ്യും, സ്ഫുടതയുണ്ട്, എല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഹായ്, ബിഹാർ വോട്ട്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ വിചാരിച്ചത് എന്താണ് ഇന്റർവ്യൂ തുടങ്ങുമ്പോഴേക്കും തുടങ്ങി വെച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി എന്നെ ആയിട്ട് ഭയങ്കര കണക്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഒരു ദോസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ശരണേച്ചി എന്തോ കാരണം ചിരിച്ച് ചിരിച്ച് പൂജയുടെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. ചിരിച്ച് അങ്ങനെ ഒരു വൈബായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എനിക്ക് പൂജ ബിഗ് ബോസ് ഹൗസിൽ. അത് കഴിഞ്ഞ് നിന്നെ ഇപ്പൊ ലൈവായിട്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നീ ജീവനോടെ ഇരിപ്പുണ്ടോ നാസ? സത്യം. അന്നത്തെ ആ ദിവസം അത്ര എന്നെ അവിടെ ഇരുന്ന് നോക്കിയതും നമുക്ക് ഫുഡ് വാരി തന്നതും കുറച്ചു നേരം നമ്മളവിടെ ഓൾമോസ്റ്റ് ഒരു 1 hour 2 hour എങ്കിലും ഓൾമോസ്റ്റ് അതിനടുത്ത് ഇരുത്തിയിരുന്നു. അപ്പൊ ചേച്ചി അവസാനം ചേച്ചിക്ക് വിഷമം വരാൻ തുടങ്ങി. പിന്നെ തിരിച്ച് നിങ്ങൾ ആരും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പൂജയ്ക്ക് നടുവിൻ്റെ ആ ഒരു പെയിൻ ആൻഡ് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ആ ലിമിറ്റ് വരെ ക്രോസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ഐ വാസ് സോ കൺസേൺ. വന്നപ്പം അപ്സരേച്ചി എന്റെ അടുത്ത് അനൗൺസ് ബിഗ് ബോസ് പറഞ്ഞു അപ്സര വന്നു അകത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ല യു വെണ്ടെന്ന്. ഞാൻ അകത്ത് ഓടി വന്ന് നോക്കിയപ്പം പോയോ പൂജ, ഓക്കെ ഫൈൻ, എന്തായാലും കുഴപ്പമില്ല, വേഗം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ആവട്ടെ. നമ്മളിപ്പൊ കണ്ടുപിടിയിരിക്കുകയാണ്. എന്നാലും ഞാൻ പോയിട്ട് കുറെ വിശേഷങ്ങൾ നടന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുന്നേ ഞാൻ ഹൗസിനകത്തും പുറത്തും ചർച്ചാ വിഷയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പറയണത് ചേച്ചിയുടെ മലയാളം. ചേച്ചി നല്ല ശ്രദ്ധയോടെ അടക്കും ചിട്ടയിലും, ഞാൻ പോലും ഇങ്ങനെ പറയൂല, അങ്ങനെ ശ്രദ്ധിച്ചാണ് മലയാളം പറയുന്നത്. ഒബ്വിയസ്ലി നമുക്ക് അറിയിച്ച മലയാളി അല്ല അവരുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പണി തരും. ഓക്കെ, അവിടെ ഞാൻ നല്ല കുട്ടി വിചാരിച്ചെങ്കിൽ അറിഞ്ഞില്ല, നോമ്പ് അറിഞ്ഞില്ല, ഇവിടെയും പണിയാണെന്ന് അറിഞ്ഞില്ല. അതന്നെ. ഓക്കെ, അപ്പൊ ഞാന് നമ്മുടെ ഹൗസിനകത്ത് ഒരു ടങ് ട്വിസ്റ്റർ, അത് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ടങ് ട്വിസ്റ്റർ, ഒരു മിനിറ്റ് എക്സ്പ്രഷൻ. ഇവിടെയോ ഹൗസിനകത്തൊരു ടങ് ട്വിസ്റ്റർ ചെയ്തായിരുന്നു. അത് ടങ് ട്വിസ്റ്റർ വന്ന എന്താന്ന് വെച്ചാല്, ഒന്ന് കണ്ണ്, ഐ മീൻ എനിക്ക് അന്ന് വയ്യായിരുന്നു. അപ്പൊ ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഞാൻ കണ്ണിങ്ങനെ അടച്ചിരിക്കുവായിരുന്നു. ബിഗ് ബോസ് പണി തന്നു, അങ്ങനെ എനിക്ക് തന്ന ഒരു പണിഷ്മെന്റ് ആയിട്ടായിരുന്നു ടങ് ട്വിസ്റ്റർ. ഒരു ഫണ്ണി ആയിട്ടാവട്ടെ.
അയ്യോ അത് ഞാൻ മറന്നുപോയി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നെട്ടൂരാണോടാണോടാ നിന്റെ കളി. അവിടെ കിടന്ന് ഒപ്പിക്കണം ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഒപ്പിക്കാനുള്ളത് അതല്ല, ഞാൻ പറയാം. ഇതാണ് ഞാൻ വായിക്കട്ടെ. ഉരുളുമ്പോൾ ചരലുരുളില്ല. അല്ലടാ, ഈ പണിക്ക് ഞാനില്ല, ഞാൻ ഇപ്പൊ പോണതൊക്കെ. ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല കേട്ടോ. ഓക്കെ, അത് നീ ഒന്ന് പറ, എനിക്ക് മനസ്സിലായില്ല. സോറി പ്രൊഡ്യൂസർ, എനിക്ക് മനസ്സിലാവണില്ല. ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. രണ്ടു പ്രാവശ്യം പറയുന്നത്. ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. താങ്ക് യു, ശുക്രിയ. ക്ലാപ്പ് അടിക്കുക, ക്ലാപ്പ് അടിക്കുക. ശുക്രിയ. മുരളി കളരി പഠിക്കാൻ ഒളരിയിലേക്ക് പോയി. വീണ്ടും പറ. മുരളി കളരി പഠിക്കാൻ ഒളരിയിലേക്ക് പോയി. മുരളി കളരി പഠിക്കാൻ ഒരളിയിലേക്ക് പോയി. മുരളി കളരി പഠിക്കാൻ മുരളി കളരി പഠിക്കാൻ ഒരളിയിലേക്ക് പോയി. മതി ആയി. പിന്നെ ചെറുപയർ മണി ചെറുത്, ചെറുകിണർ പട ചെറുത്. ചെറുപയർ മണി ചെറുത്, അല്ല എന്താ ചെറുകിണർ പട ചെറുത്. ചെറുപയർ മണി ചെറുത്, കിണർപട ചെറുത്. കിണർപട ചെറുത്. സ്പീഡ് പറയണത്. എന്താ പയറ് ചെറുതോ? ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ടെക് ട്വിസ്റ്റർ ഞാൻ കൊണ്ടുവന്നത്. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നല്ല ഗംഭീരമായിട്ട് ചെയ്തു. നീ തോറ്റു. നീ എല്ലാം അപ്പുറത്തുനിന്ന് ചോദിച്ചിട്ടാണ് ചെയ്തത്. മലയാളം വായിക്കാൻ അറിയാൻ, നന്നായിട്ട് ആങ്കറിങ് ചെയ്യും, സ്ഫുടതയുണ്ട്, എല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യം? ചുമ്മാതല്ല, ഇത് നാട്ടുകാർ കമന്റ് ഇടുന്നതാണ്. അതല്ല, ഇതിപ്പോ ഞാൻ ആദ്യമേ തന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുക. കാരണം കടുംകെട്ടി ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സഭ്യമാവണം, മനസ്സിലാവണം. എന്താ പറഞ്ഞത് എനിക്കെന്നറിയില്ല. ഓക്കെ, ഹൗസിനകത്ത് നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇപ്പൊ ഇത്രയും സ്വീകാര്യത കിട്ടി. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു കൂടുതൽ വീട്ടമ്മമാരാണ് ചേച്ചിയുടെ കാണുന്നത്, ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ യങ് ജനറേഷൻ അറിഞ്ഞു അവർ ഇഷ്ടപ്പെടുന്നത്. എങ്ങനെ, ഹൗ ഡു യു ഫീൽ? ഭയങ്കര, ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷമുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ഡേയ്സ്, 65 ഡേയ്സ് ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഡീൽ, ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. എന്നാൽ നമ്മള് ഈ വട്ടം 25 പേരുണ്ടായിരുന്നു ടോട്ടൽ. അപ്പം ഏറ്റവും, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള, നമുക്ക് ഒരു സാമ്യമില്ലാത്ത ക്യാരക്ടേഴ്സ് ആണ് ഈ വട്ടം കൊണ്ടുവന്നിരിക്കുന്നത്. മാറ്റിപ്പിടുത്തമാണ്. ആ മാറ്റിപ്പിടുത്തത്തില് എനിക്ക് തോന്നുന്നു, ഞാൻ പുറത്ത് വന്നപ്പോൾ ഞാൻ കേട്ടത് ഷർണിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഷർണിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ഒരു കൾച്ചർ, യുനോ, നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ കൾച്ചർ, അതെല്ലാം നല്ല രീതിയിൽ അവിടെ കാണിച്ചു. എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. ആൻഡ് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഐ മീൻ സൈലൻറ്റ് ഗെയിമറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേ അക്സെപ്റ്റഡ്, യെസ് യു ആർ. പിന്നെ ഗെയിംസ് ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ടാസ്ക് ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ റിവ്യൂ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ആയിരുന്നു. ആൻഡ് അപ്പം ഞാൻ പുറത്ത് വന്നപ്പം ഓട്ടോമാറ്റിക്കലി എനിക്കറിയാം കുടുംബങ്ങൾക്ക് കാരണം വീട്ടമ്മമാരും അല്ലെങ്കിൽ അങ്ങനത്തെ ഫാമിലി ഓഡിയൻസ് ആണ് എന്നെ ഒത്തിരി ഇഷ്ടമാവുന്നത്. പക്ഷെ ഞാൻ കണ്ടത് പുറത്തിറങ്ങിയപ്പോൾ യൂത്തുകളുടെ ഒരു ക്രൗഡായിരുന്നു. യൂത്തായിട്ടുള്ള കോളേജ് സ്റ്റുഡൻസ്, അവരുമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ അവിടെ കണ്ടത്. അതും വേദിക എന്ന് പറയാതെ ഈ വട്ടം എല്ലാവരും ശരണ്യ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പ്രൈസ് ചെയ്തത്. സോ ഐ വാസ് വെരി ഹാപ്പി ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. കാരണം ഇപ്പൊ ഹൗസിനകത്ത് ഞാനൊരു 2 വീക്സ് ഉണ്ടായിരുന്നെങ്കിലും ആ 2 വീക്സ് ഇറങ്ങി വരുന്നതിന്റെ ഒരു നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പം ഇത്രയും ഡേയ്സ് ചേച്ചി 63-64 ഡേയ്സ് അവിടെ നിന്നിട്ട് ഇറങ്ങി വരുമ്പം എങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു പുറത്ത്, ഫുൾ ഒരു സെറ്റ് ഓഫ് മൈൻഡ്? ഇപ്പം പൂജയ്ക്ക് ഇപ്പം അറിയായിരിക്കും, കാരണം പൂജ ഉള്ളിലുണ്ടായിരുന്നു. പൂജയ്ക്ക് അറിയാം ഞാൻ അകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ പുറത്തും. ഞാൻ അവിടെ ഫേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇച്ചിരിക്കോളം എൻ്റെ സൈഡിൽ നിന്ന് പോലും പോയിട്ടില്ല. ഞാൻ എന്താണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഞാൻ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത്, ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്,
സന്തോഷം വരുമ്പോൾ സന്തോഷം, സങ്കടം വരുമ്പോൾ സങ്കടം, പൊട്ടിത്തെറിക്കുമ്പോൾ പൊട്ടിത്തെറി. ആ സ്വഭാവം തന്നെയായിരുന്നു ഞാൻ ഹൗസിനകത്ത്. സോ ഇത്രയും ഡേയ്സിൻ്റെ ജേർണിയിൽ ഞാൻ അങ്ങനെ ആക്ട് ചെയ്ത് കൊണ്ടുവരാത്തതുകൊണ്ട് എനിക്കത് വലിയതായിട്ട് പ്രഷറൈസ് വന്നിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ ഫോണിന്റെ പാസ്വേഡ് മറക്കുക അങ്ങനെ എന്തെങ്കിലും മെമ്മറി ലോസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാലോ. ഇപ്പോഴും എനിക്ക് പലവരുടെ പേരറിയത്തില്ല. പാസ്വേഡ് ഞാൻ എനിക്ക് ഫോൺ ആദ്യമായിട്ട് തന്നപ്പോൾ എനിക്ക് എൻ്റെ കെട്ടിയവനെ വിളിക്കണം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് 3-4 വട്ടം ചെയ്തപ്പോഴാണ്, 3 മിനിമം ചെയ്തു. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് വന്നത്. അവിടെ ഏറ്റവും കൂടുതൽ മറക്കാതെ ഡെയിലി പറയുന്ന ഒരു പേരാണ് സ്കൈ. എങ്ങോട്ടാ നോക്കിയെന്ന് എനിക്കറിയാം, മനുഷ്യന്റെ അടുത്തല്ല. അതിവിടെ കപ്പിന്റെ അടിയിലാണ് സ്കൈ, എല്ലായിടത്തും സ്കൈ. എന്നിട്ട് ആള് ഇറങ്ങി വന്നപ്പോ എന്തായിരുന്നു റെസ്പോൺസ്? ഫസ്റ്റ് കണ്ടപ്പോ എന്താ പറഞ്ഞത്? മനുഷ്യനെ കണ്ടപ്പോഴോ, മനുഷ്യൻ്റെ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, മനുഷ്യൻ്റെ ആയിട്ടുള്ള ഒരു മാല ഉണ്ടായിരുന്നു. ആൻഡ് ആ കണ്ണിൽ മൊത്തം വൈഫിനെ എത്രത്തോളം മിസ് ചെയ്തു ആൻഡ് വൈഫിന് വേണ്ടിയുള്ള പ്രൗഡാണ് കണ്ടത്. സോ ദാറ്റ് വാസ് വെരി ക്ലിയർ ദാറ്റ് ഐ പ്ലേഡ് വെൽ എന്നുള്ളത്. ഭയങ്കരമായിരുന്നു, കാരണം വേറെ ഒന്നും പറയാനേ പറ്റുന്നില്ല. ഒരു ഹഗിലെല്ലാം വന്നു. ഹി വാസ് സോ ഹാപ്പി. അവിടെ ഇരിക്കുമ്പോ മെയിനായിട്ട് പറയൂ എനിക്ക് തിരിച്ചെത്തുന്നത് മനീഷേട്ടന്ന് കണ്ടാൽ മതി. സത്യം, എനിക്ക് അങ്ങനെ കൂടായിരുന്നു. ഓക്കെ, ഇപ്പം ചേച്ചി ഇപ്പൊ ഞാൻ നേരത്തെ ഫസ്റ്റ് നമ്മള് ആ ഒരു ടങ് ട്വിസ്റ്റർ തന്നെ പറഞ്ഞില്ലേ, അപ്പൊ ഇതേപോലെ ചേച്ചി അവിടെ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങള് ഭയങ്കര എന്താ പറയാ പ്ലാൻ ചെയ്തിട്ട് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഭയങ്കര എടുത്തു വെച്ചിട്ട് സംസാരിക്കുന്ന പോലെ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് വന്നിരുന്നു. സംസാരിച്ചിട്ടുണ്ട്. അതൊരു ഗബ്രിയാണോ പറഞ്ഞത്? ഗബ്രിയാ ആരും പറഞ്ഞായിരുന്നു. അതെ അതെ, അത് ഇതിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ഇന്നത് മാത്രമേ പറയാമുള്ളൂ, നമ്മുടെ കയ്യിൽ നിന്ന് പോയി സംസാരിക്കരുത്. അതൊരു നെഗറ്റീവായിട്ട് അങ്ങനെ ചേച്ചി സംസാരിച്ചതുകൊണ്ട് അതൊരു നെഗറ്റീവായിട്ട് വന്ന പോലെ ചേച്ചിക്ക് തോന്നിയായിരുന്നോ? ഞാൻ പൊതുവേ ഞാൻ ഗുജറാത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന രീതിയെ അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ മലയാളം കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഞാൻ ഇങ്ങനെ പിടിച്ച് മലയാളം അറിയാത്ത പോലെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ കൊഞ്ചാണ്, അല്ലെങ്കിൽ ക്യൂട്ട്നെസ് കാണിക്കാൻ ചെയ്യുന്നതാണെന്നാണ് അവർക്ക് തോന്നുന്നത്. പക്ഷേ പൊതുവേ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അത് മേ ബി ഞാൻ ഇവിടെ ജനിച്ചു വളർന്നായിരുന്നെങ്കിൽ ഭയങ്കര ഫ്ലൂവൻ്റ് ആയിട്ട് നമുക്കൊന്നും പറയാം ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നേന്നെ. ചിലപ്പം ഹിന്ദിയിൽ ഇപ്പം പറയുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും സംസാരിക്കുക, കാരണം എനിക്കത് ഫ്ലൂവൻ്റ് ആണ്. അത് ഫ്ലൂവൻ്റ് ആണ്. ഐ മീൻ അതിൽ ജാനുവിൻ്റെ കാര്യം അതിൽ ഫുള്ള് അവൾ അങ്ങോട്ട് പോയി. ഞാനിപ്പോ ഇനി ഇവള് എന്തിനു ചിരിക്കണു, ഏത് ഫ്ലാഷ് ബാക്ക് ഒന്നും ചിന്തിച്ചെടുത്ത് ഞാൻ മൈക്കിട്ട് സംസാരിച്ചിട്ടും മലയാളം സംസാരിച്ചിട്ടും ബിഗ് ബോസ് പ്രാവശ്യം അനൗൺസ് ചെയ്ത് അറിയാം. ഓർമ്മ വന്നു. നിങ്ങൾക്ക് കത്തൂല, അത് കാണിച്ചിട്ടുണ്ടോ? കാണിക്കരുതൊന്നും. അപ്പോ എന്തായിരുന്നു ഹിന്ദിയിലാണെങ്കിൽ ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. പക്ഷെ മലയാളത്തിലായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ചിലപ്പം കാണുമായിരിക്കും ഞാൻ അങ്ങനെ ആലോചിച്ച് സംസാരിക്കണം. പക്ഷെ എനിക്ക് ആലോചിക്കേണ്ടത് തന്നെ വരും, ബിക്കോസ് ഐ ഡോണ്ട് നോ പ്രോപ്പർ മലയാളം അറിയില്ല. പിന്നെ ഈ എല്ലാവർക്കും ഈ ക്യാരക്ടർ വേദിക എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ നല്ല ഫ്ലൂവൻ്റ് അച്ചടക്കമായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറിന്റെ വോയിസ് ആണ് അവർ കേട്ടിട്ടുള്ളത്. അത് ഡബ് ചെയ്ത ആളുടെ വോയിസ് ആണ്. സോ ആ വോയിസ് ആയിരിക്കും അവർ ഇമാജിൻ ചെയ്യുന്നത്, വേദികയുടെ വോയിസ്. പക്ഷെ അത് ഞാനല്ല, അത് ഡബിങ് ചെയ്ത ആളാണ്. ആൻഡ് ഷീസ് എക്സലന്റ് ആർട്ടിസ്റ്റ് ആണ്. ആൻഡ് പക്ഷെ ഈ സംസാരമാണ് എൻ്റെ റിയൽ സംസാരം. അല്ല, ഇനി ഒരു സീരിയലൊക്കെ ചേച്ചി ഡബ് ചെയ്യോ? ഇല്ല. അതെന്താ? ഇത് സെറ്റ് സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ സിനിമയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കഥ പറയാനുണ്ട്? ഇല്ല, എനിക്ക് പറയാനില്ല. സിനിമയിൽ ചെയ്തിട്ടുണ്ട് ഡബിങ്. പക്ഷെ അത് നമ്മൾ ടൈം എടുത്തിട്ടൊക്കെ, അതുപോലെ നമുക്ക് ഒരിക്കലും ഞാൻ സീരിയൽ ചെയ്യുന്നില്ല, അപ്പൊ എനിക്ക് സീരിയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഈ സീസണിൽ മെയിൻ ആയിട്ട് ഇപ്പം നമ്മൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നാലും പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും അതിനകത്തുള്ളപ്പോഴും പൊതുവെ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ മെയിൻ ഒരു കാര്യമാണ്, അതായത് ഒരു ഒത്തൊരുമയില്ല, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല ആർക്കും. ദിസ് ഇസ് എ ഫാമിലി എന്ന് എല്ലാവർക്കും ഉള്ള ഒരു ഫീൽ ഇല്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി. ചേച്ചി അത് എത്രത്തോളം യോജിക്കുന്നുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട്? എനിക്ക് ടു ബി ഫ്രാങ്ക്, ബിഗ് ബോസ് ഹൗസിലേക്ക് കണക്ഷൻ ഉണ്ടായില്ല എന്ന് ഞാൻ പറയത്തില്ല. ഫ്യൂ ഓഫ് ദം എനിക്ക് കണക്ട് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു
ആ ആൾക്കാർ എനിക്ക് ആ ഹൗസിലേക്ക് കുറച്ച് ജെനുവിൻ ആൾക്കാരായിട്ടാണ്, ജെനുവിൻ ഇൻ ദ സെൻസ് എനിക്ക് പ്രാക്ടിക്കലി യോജിച്ച് പോകാൻ പറ്റുന്ന ഒരു ക്യാരക്ടേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനത്തെ ആൾക്കാരുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഫുൾ ഹൗസിൽ എല്ലാവരുമായിട്ട് കുറേ പേര് എനിക്ക് എനിക്കത് അവർ ഗെയിമിന് വേണ്ടി എടുക്കുന്ന ഒരു പാറ്റേൺ ആണെങ്കിലും അതെനിക്ക് യോജിക്കാൻ പറ്റുന്ന പാറ്റേൺ അല്ല. ബട്ട് ഇറ്റ്സ് ദെയർ ലൈഫ്, ഐ ഡോണ്ട് കെയർ. അവരെന്ത് ചെയ്താലും ഐ ഡോണ്ട് കെയർ. അറ്റ് ലാസ്റ്റ് വി ആർ ഹ്യൂമൻ ബീങ്സ്, വി ഹാവ് ടു ടോക്ക്, വി ഹാവ് ആ ഒരു നമ്മൾ അങ്ങനെ പോകത്തേ ഉള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് ബന്ധം കൊണ്ടുവന്ന് എനിക്ക് കുറച്ച് പേര് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ അവരുമായിട്ട് റിലേഷൻസ് കൊണ്ടുപോകാം. പക്ഷെ പൊതുവെ ഈ വട്ടത്തെ ബിഗ് ബോസ് ഹൗസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വിശ്വാസമില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻ ട്രൂ ആയിട്ട് കൊണ്ടുപോവാ ഒരു ട്രസ്റ്റ് ഇല്ല ആർക്കും. എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമ്പോൾ ചതിക്കോ, ആളിനെ ചതിക്കോ, ഈ ആളിനെ ചതിക്കോ, ആ ഒരു തോട്ടാണ് അതുകൊണ്ട് ട്രൂ ആയിട്ടുള്ള നിൽക്കുമ്പോഴും ഇപ്പം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കാര്യങ്ങളിലേക്ക് ഒരു ചായവുണ്ട് എന്നൊക്കെ തോന്നിയായിരുന്നോ? ലൈക്ക് ഒരു ടാസ്ക് വരികയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് പൊതുവെ ഒരു വ്യക്തിനെ മാത്രം, അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ അങ്ങനെ ഒരു ചായവ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു അതിനകത്തുള്ള? വീക്കെൻഡ് എപ്പിസോഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്, ഇങ്ങനെ പെർട്ടിക്കുലർലി കുറച്ച് ആൾക്കാരെ മാത്രം അഭിപ്രായങ്ങൾ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ച് ആൾക്കാരെ മാത്രം 2 to 3 4 ആൾക്കാരെ മാത്രം റെഗുലർലി അത് ചോദിക്കുന്നതായിട്ട് തോന്നി. കാരണം ഇതിപ്പോൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം പലവട്ടം ഞാൻ റേസ് ചെയ്തിട്ടുണ്ട് കൈ, എനിക്ക് പറയാനായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ പറയുന്ന ആൾക്കാരുടെ ഈ കൗണ്ടർ വരുമ്പോഴാണല്ലോ നമുക്ക് കൗണ്ടർ കൊടുക്കാം. പക്ഷേ പലവട്ടം എന്നെ എണ്ണിപ്പിച്ചിട്ടില്ല. അത് ഞാൻ കോൺസ്റ്റൻ്റ്ലി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് രജിസ്റ്റർ ആയത്. ശരിയാണല്ലോ, എന്നെ എന്താ എണ്ണിപ്പിക്കാത്ത, അല്ലെങ്കിൽ എന്നോട് എന്താ ചോദിക്കാത്ത. അപ്പം അതെനിക്കൊരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. കാരണം എനിക്ക് കുറേ പോയിന്റ്സുകളും കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. കാരണം ഞാനും അവിടെ കണ്ടസ്റ്റൻ്റ് ആണ് ബിഗ് ബോസ് ഹൗസിൽ. അപ്പോൾ എനിക്കും എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടും എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ എനിക്കും ഉണ്ട് പറയാൻ. അപ്പം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തുള്ള ഒരു കാര്യമാണ്. ശരിയാണ്, അവർ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ പർട്ടിക്കുലർലി സെലക്റ്റീവ് കുറച്ച് പേരോട് മാത്രം ചോദിക്കുന്നുള്ളത്. പിന്നെ ഇവിടെ ഹൗസിനകത്തുള്ളപ്പം പുറത്തുനിന്ന് ഞാൻ കണ്ടോന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു, ചേച്ചിയുടെ ജിൻഡോ ചേട്ടന്റെയും ഒരു വീഡിയോ വൈറലായിട്ട്. പഴയ ഏതൊരു പ്രൊമോഷൻ വീഡിയോ തോന്നുന്നുണ്ട്, അത് കയറിയൊക്കെ വൈറലായത്. ആൾക്കാരൊക്കെ പറയുന്നത് ഇവര് പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടാണോ കയറിയത് എന്നൊക്കെ ഉള്ളത്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ജിൻറ്റപ്പനെ എനിക്കറിയാം. എൻ്റെ വീട് ഇപ്പം വച്ചിരിക്കുന്ന അവിടെ നിന്ന് ജിൻറ്റപ്പൻ്റെ ജിം, അടുത്തുള്ള ജിം നോക്കിയപ്പം ജിൻറ്റപ്പൻ്റെ ജിം അവിടെ ഉണ്ട്. സോ അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നതും. അത് ജിൻറ്റപ്പനായിരുന്നു സംസാരിക്കുന്നതും. കം ടു ജിം, നമുക്ക് നോക്കാം, ട്രെയിനിൻ്റെ കാര്യം ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന രീതി തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് റെഗുലർ ബേസിൽ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അന്ന് ഒന്ന് വർക്കൗട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യിപ്പിച്ച് നോക്കുമല്ലോ ഫ്ലെക്സിബിൾ ആണോ. ആൻഡ് ഹി ന്യൂ ദാറ്റ് ഞാൻ ഓൾറെഡി ചങ്ക്സും അങ്ങനെ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹി ന്യൂ ദാറ്റ് ആർട്ടിസ്റ്റ് ആണെന്നുള്ള അറിയായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, അപ്പോൾ നാളെ തൊട്ട് ജോയിൻ ചെയ്യുമല്ലോ അല്ലേ, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജിൻഡോ ചേട്ടാ ഇങ്ങനെ ദൂരാണ്, അപ്പോൾ ഞാൻ ചിലപ്പോൾ ജോയിൻ ചെയ്യില്ല. അപ്പോൾ ഈ അണ്ടർസ്റ്റുഡ് അയ്യോ. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യോ, ഒരു ബൈറ്റ് നമുക്ക് ഇങ്ങനെ പ്രൊമോഷൻ രീതിയിൽ. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല. ഓക്കെ, ഞാൻ എന്തായാലും വന്നു ഒരു വീഡിയോ എടുത്തു. അപ്പൊ ഞാൻ അങ്ങനെ അന്ന് ചെയ്ത് കൊടുത്തതാ. അപ്പൊ എന്നോട് ആ സമയത്തും ജിൻറ്റപ്പ എന്നോട് മാഷെ, എന്നെ എല്ലാരും മാഷെ വിളിക്കുന്നതെന്ന് അന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതേ സെയിം ആണ് ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോഴും എന്നോട് പറഞ്ഞു, ശരണ്യ എന്നെ മാഷെന്ന് വിളിച്ചാൽ മതി, ഞാൻ ശരണ്യനെ ട്രെയിനൊക്കെ ചെയ്തതല്ലേ. അപ്പൊ ഞാൻ ജിൻറ്റപ്പനെ ഇങ്ങനെ നോക്കി. അപ്പൊ ജിൻറ്റപ്പൻ അപ്പൊ ഞാൻ ശരി, അതിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ശ്രീതു. അങ്ങനെയാണ് ഞാൻ ശ്രീതുവിനെ ഇങ്ങനെ നോക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞു ശരിയാ ജിൻറ്റപ്പ എന്നെ ട്രെയിൻ ചെയ്യുന്നു. കാരണം എനിക്ക് പുള്ളിനെ അറിയാം. ജിം കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നല്ല ആ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം. പുള്ളി നല്ല ചേഞ്ചസ് ചെയ്യുന്ന, മേക്ക് ഓവർ ചെയ്യുന്നതും അത്യാവശ്യം ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നതാണ്. എനിക്ക് അത് അറിയാം. ഓൾറെഡി പുറത്തുനിന്ന് നമ്മൾ കണ്ടിട്ടാണ് പോയത്. ബട്ട് ജിൻറ്റപ്പൻ എന്നെ ശിഷ്യനാക്കിയെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ജിൻറ്റപ്പൻ ചോദിച്ചപ്പോഴാണ്
പിന്നെ ഞാൻ അവിടുത്തെ പാവം തുടക്ക സമയത്ത് ആളുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്യണ്ട, നമുക്കിനി 100 ദിവസമൊക്കെ കാണാനുള്ളതല്ലേ. അമ്മ ശരിയാ മാഷയാണ്. കുഴപ്പമില്ല. ഇപ്പൊ ഇതേ പറഞ്ഞ പോലെ ഇപ്പൊ ഇത് പുറത്തൊരു പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടാണ് ആൾക്കാര് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കയറിയിട്ടുണ്ടാവുന്നത്. ഞാനതൊക്കെ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് ജിൻറ്റപ്പ എന്തോ ഒരു വരക്ക് അതിന്റെ ഒക്കെ വീഡിയോ കിടപ്പുണ്ട് ഇൻസ്റ്റയില്. ഏത് വീഡിയോ ആണ് ഇത്? എന്താണ് ഈ പറയണത്? ഏത് വീഡിയോ ജിൻറ്റപ്പന്റെ കൂടെ ഉള്ളത്? അപ്പൊ ജിൻറ്റപ്പ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞ പ്രൊമോഷൻ വീഡിയോ ആണോ? അനന്നാ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്. അതൊരു അങ്ങനെ കുറച്ച് പേര് അല്ലാണ്ട് എല്ലാരും പറഞ്ഞല്ലേ. പക്ഷെ ആ ഹൗസിനകത്ത് കയറിയപ്പോ ചേച്ചിക്ക് ആരെയും ഇതേപോലെ പ്ലാൻ ചെയ്തിട്ട് ആള് വന്നേ, അല്ലെങ്കിൽ ഇവര് തമ്മിൽ എന്ത് കാരണം ഞാൻ പറഞ്ഞു അവിടെ ആൾക്കാര് തമ്മിലുള്ള കണക്ഷൻ സ്കൂളിൽ പറഞ്ഞു ചേച്ചി ഇവര് തമ്മിൽ അവരാണ്. ഞാൻ ഫസ്റ്റ് വീക്കിൽ തന്നെ പൂജയ്ക്ക് ഏറ്റവും കൂടുതൽ അറിയാം. ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാനും സിജോയും ഏകദേശം സ്കെച്ച് എടുത്തിരുന്ന ആൾക്കാരാണ്, ഞാനും സിജോയും. സെക്കൻഡ് വീക്കിൽ നമ്മൾ പതുക്കനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് വന്നപ്പോഴാണ് തേർഡ് വീക്ക് സിജോന് ഇത് കിട്ടുന്നതും ആ പ്ലാൻ മൊത്തം പൊട്ടുന്നതും. സോ എനിക്ക് ഓൾറെഡി ഇത് റൂട്ട് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അതാണ് നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുമായിട്ട് കണക്ട് ആയപ്പം ഐ ഗിവൻ ദ ഹിന്റ്. പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് ചിലപ്പം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും അറിയായിരിക്കും, പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത ഇന്നർ എനിക്കൊന്നും ഇവർ പുറമേ കാണിക്കാത്ത ഒരു കണക്ഷൻ ചിലപ്പോൾ അത് പുറത്ത് വന്നപ്പോൾ കറക്റ്റ് ആയി എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാം കണ്ടുവന്ന് പിന്നീട് നോക്കിയപ്പോൾ കറക്റ്റ് ആയിരിക്കും. സോ എനിക്ക് അങ്ങനെ തോന്നിയ കണക്ഷൻ ഒന്ന് എവിടേക്കോ ജാസ്മിനും നോറയും തമ്മിൽ കണക്റ്റഡ് ആണെന്നോ എനിക്കുണ്ടായിരുന്നു. എന്തെങ്കിലും അവരൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയായിരുന്നു. ജാസ്മിനും ഗബ്രിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയായിരുന്നു. പിന്നെ ജിൻറ്റോയും ഋഷിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയായിരുന്നു. അതൊക്കെ ഉണ്ട്. ജിൻറ്റോയും അതിനെ പറഞ്ഞില്ല, അത് എനിക്ക് ഉണ്ടായിരുന്നുണ്ട് വയലില്. ജിൻറ്റോയും ഋഷിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന്. ജിൻറ്റോയും ഋഷിയും തമ്മിൽ ഈ പറഞ്ഞത് ഓക്കെ, അത് ഓൾറെഡി സംസാരിച്ചായത്. ജിൻറ്റോയും ഋഷിയും തമ്മിൽ അതാണല്ലോ ബുദ്ധി, അതാണല്ലോ അഗ്രഗണം, അതാണല്ലോ ഒബ്സർവേഷൻ. നിനക്കില്ലാത്ത ഒബ്സർവേഷൻ എനിക്കുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം ഋഷിയും ജിൻറ്റോയും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ ജിൻറ്റോയും നോറയും തമ്മിൽ ഒരു പണ്ടത്തെ ഏതോ ഒരു സംഭവം ഉണ്ട്. അതാണ് ഈ നോറ കയറി ചിൻറ്റപ്പൻ എപ്പോഴും എടുക്കുന്നത്, വാഴുന്നത്. പിന്നെ ഇല്ലാത്തൊക്കെ കുറെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയല്ലോ കുട്ടി. ഈ ഒരു കണക്ഷൻ അതിനകത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ അറിയാമല്ലോ, ഞങ്ങൾ ഷോസ് ചെയ്തുകൊണ്ട് അപ്സര, ശ്രീതു, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കണക്ഷൻ ഉണ്ട്, പൂജയും ജാസ്മിനും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. പറയില്ല, ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ട് ഉണ്ടായിരുന്നോ? കണക്ഷൻ ഉണ്ടായിരുന്നു. തീർന്നില്ലേ പൂജ? ഈ ഗെയിം ഒന്നും ഇവിടെ നടക്കുമല്ലോ കേട്ടോ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ജാസ്മിനെ. അതെ അല്ലേ? എല്ലാം അറിയാം എനിക്ക്. പവർ റൂമിൽ കയറിയിട്ട് ഏറ്റവും പവർ ആയിരുന്നു നമ്മുടെ ശരൺ ചേച്ചി. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ചേച്ചിന്റെ ഒരു വേദിക മൂഡിലേക്ക് വന്നു. കാരണം ഇല്ലേ, അവിടെ എനിക്ക് എന്റെ പൂജ അവിടെ എനിക്ക് സമാധാനം തരുന്നുണ്ടായിരുന്നില്ല. ഇവരൊക്കെ ഇതല്ല ശരണ്യ, ഇതല്ല ശരണ്യ, ശരണ്യ ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ, ശരണ്യ ഇനിയും വരാൻ പോകുന്നത്. എനിക്ക് ജീവിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു തോറ്റു. എടേ ഞാൻ ഇതാണ്, എൻ്റെ സ്വഭാവം ഇതാ. പക്ഷെ കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പിടിച്ചോ, നിങ്ങൾക്ക് ഇതല്ല വേണ്ടത്, ആ പവർ റൂമിൽ കയറി ഞാൻ ചെയ്ത് തന്നേക്കാം, വേദിക ആയി തന്നേക്കാം. അതായിപ്പോ എല്ലാവർക്കും പിന്നെ പറഞ്ഞില്ലേ പവർ റൂമിൽ കയറി അല്ല കണ്ടസ്റ്റൻസും പറഞ്ഞില്ലേ ആൾക്കാർ ശരണ്യ ഇതല്ല പവർ റൂമിൽ കയറിപ്പം കണ്ടോ സ്വഭാവം മാറി. നിങ്ങൾക്ക് വേണ്ടത് ഇത് തന്നെ. അതാവുമ്പോ നിങ്ങൾക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പിന്നെ എല്ലാരും ഇങ്ങനെ ഒരു സംശയ നിരക്കിലൊക്കെയാണ്. എന്റെ കൂട്ടുകാർ തന്നെ ഇങ്ങനെ ഞാനെന്തോ ചെയ്ത മാതിരി. ഇടയില് ചേച്ചിയും അപ്സരേച്ചി തമ്മിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നായിരുന്നു. അതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്തു? അത് കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യുന്ന ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഇങ്ങനെ ഈ സൂഹിപ്പിക്കൽ പരിപാടിയൊന്നും എനിക്ക് അറിയത്തില്ല. ഒരാളെ ഇങ്ങനെ കൊഞ്ചി പറയല്, സൂഹിപ്പിക്കല്, അല്ലെങ്കിൽ ആളെ സോപ്പിട്ട് നിൽക്കല്, ഇങ്ങനെ അത് എനിക്കില്ലാത്തൊരു ക്യാരക്ടറാണ്. എനിക്കത് പറ്റില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സുഹൃത്താന്ന് വിചാരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അവരെന്തെങ്കിലും ചെയ്യുന്ന തെറ്റാണെങ്കിൽ തെറ്റാണ്, എനിക്കിത് കംഫർട്ടബിൾ അല്ല എന്ന് ഞാൻ പറയും. അതിനിപ്പോൾ ആരായാലും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചുരുക്കം ഒരു 4-5 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ ചെയ്താലും എനിക്കിത് ഇഷ്ടമായില്ല, നീ ഇത് ചെയ്ത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാൻ
അതത്ര ഒരു ടൈമിലേക്കേ ഉള്ളൂ. പക്ഷെ ഇത് പറയാതെ ഞാൻ മനസ്സിൽ വിചാരിച്ച് നല്ലത് പറഞ്ഞ് വേറെ അപ്പുറത്ത് പോയിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനത്തെ എനിക്ക് അതാണ് അവിടെ കൂടുതൽ നടക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് അവിടെ അത് തന്നെയാണ് നടക്കുന്നത്. സോ അതിൽ പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ടാവാം, കാണിക്കാത്തുണ്ടാവാം, പക്ഷെ എനിക്ക് പറ്റൂല. Bharat College of Nursing, Thiruvarur, Tamil Nadu, affiliated to the Tamil Nadu Dr. MGR University. Admission open for BSc Nursing 2024. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.